വഅൻ അബി നുജൈദിൻ ഇമ്രാന ബിനിൽ ഹുസൈനി അൽ ഖുസാഇ റളിയല്ലാഹു അൻഹുമ. അബി നുജൈദ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുകയാണ്, അന്നംറഅത്തൻ, തീർച്ചയായും ഒരു സ്ത്രീ, മിൻ ജുഹൈനത്ത, ജുഹൈനത്ത് ഗോത്രത്തിൽ നിന്നുമുള്ള ജുഹൈന ഗോത്രക്കാരിയായ ഒരു സ്ത്രീ, അത്തത്ത്, അവൾ വന്നു, റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു. വഹിയ ഹുബ്ല, അവൾ ഗർഭിണിയായിരുന്നു. വഹിയ ഹുബ്ല, അവൾ ഗർഭിണിയായിരുന്നു. മിനസ്സിന, വ്യഭിചാരം കാരണമായി, വ്യഭിചരിച്ച് ഗർഭിണിയായിരുന്നു. ഫഖാലത്ത്, അവൾ പറഞ്ഞു, യാ റസൂലല്ലാഹ്, അള്ളാഹുവിൻ്റെ റസൂലേ, അസബ്തു ഹദ്ദൻ, ഞാൻ ഹദ്ദിനെ എത്തിച്ചിരിക്കുന്നു. അതായത് ഹദ്ദ് എടുക്കാൻ, ശിക്ഷ എടുക്കാൻ ഒരു തെറ്റ് സംഭവിച്ചിരിക്കുന്നു. തെറ്റ് ഞാൻ ചെയ്തിരിക്കുന്നു, ശിക്ഷക്കുള്ള തെറ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞു. അതുകൊണ്ട് ഫഅഖിംഹു, നിങ്ങൾ ശിക്ഷ നടപ്പിലാക്കണം, അലയ്യ, എൻ്റെ മേൽ എന്ന് പറഞ്ഞു. ശിക്ഷ നടപ്പിലാക്കണം, ഞാൻ വ്യഭിചരിച്ചിട്ടുണ്ട്, അങ്ങനെ ഗർഭിണിയാണ് എന്ന് പറഞ്ഞു. ഫദഅ നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിളിച്ചു, വലിയഹ, അവരുടെ രക്ഷിതാവിനെ വിളിച്ചു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, അഹ്സിൻ ഇലൈഹ, ഈ പെൺകുട്ടിക്ക് എന്ത് ചെയ്യണം, ഗുണം ചെയ്യണം എന്ന് പറഞ്ഞു. പെൺകുട്ടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. ഫൈദാ വളഅത്, അവൾ പ്രസവിച്ചാൽ, ഫഅ്തിനി, എൻ്റെ അടുത്തേക്ക് നിങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഫഅ്തിനി, നിങ്ങൾ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം. ക്ലിയർ അല്ല? ഇതുവരെ ഓക്കെ അല്ല? പ്രശ്നമൊന്നുമില്ലല്ലോ? ഹുബ്ല എന്ന് പറഞ്ഞാൽ ഗർഭിണിയായിരുന്നു. പിന്നെ ഫഅല, അങ്ങനെ അത് പ്രവർത്തിച്ചു, കാര്യങ്ങളൊക്കെ നടന്നു, നബി തങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവന്നു. ഫഅമറ ബിഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവളെ കൊണ്ട് കൽപ്പിച്ചു. നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൽപ്പിച്ചു, എന്ത്, ഹദ്ദെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവിട്ടു, ഓർഡർ ഇട്ടു. അങ്ങനെ ഫശുദ്ധത്ത്, ചുറ്റിക്കെട്ടി, അലൈഹ, അവളുടെ മേൽ, തിയാബുഹ, അവളുടെ വസ്ത്രമൊക്കെ എന്ത് ചെയ്തു, ചുറ്റിക്കെട്ടി. അത് ചിലപ്പോൾ എറിഞ്ഞ് ഇസ്ലാമികപരമായിട്ടുള്ള ശിക്ഷയാണോ നടപ്പിലാക്കണം. ഇപ്പോൾ എറിഞ്ഞു കൊല്ലുന്ന സമയത്ത് അയവുള്ള വസ്ത്രങ്ങളാവുമ്പോൾ ഇനി ഔറത്ത് വെളിവാവണ്ട എന്ന നിലക്ക് വസ്ത്രമൊക്കെ ശരീരത്തോട് ചേർത്ത് കെട്ടി. സുമ്മ അമറ ബിഹ, പിന്നെ അവളോട് ശിക്ഷ നടപ്പിലാക്കാൻ വേണ്ടി നബി തങ്ങൾ നിർദ്ദേശിച്ചു. അങ്ങനെ ഫറുജിമത്ത്, ആ സ്ത്രീയെ എറിഞ്ഞു കൊന്നു. ആ സ്ത്രീ എറിഞ്ഞു കൊല്ലപ്പെട്ടു. ഫറുജിമത്ത്, അവൾ കൊല്ലപ്പെട്ടു, എറിഞ്ഞു കൊല്ലപ്പെട്ടു. സുമ്മ സ്വല്ലാ, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിസ്കരിച്ചു. അലൈഹ, അവളുടെ മേൽ നിസ്കരിച്ചു. ഫഖാല ലഹു ഉമറു, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, തുസല്ലി, നിങ്ങൾ നിസ്കരിക്കുകയാണോ, അലൈഹ,
അവളുടെ മേൽ നിസ്കരിക്കുകയാണോ? അതായത് വലിയ തെറ്റ് ചെയ്ത് ശിക്ഷ നടപ്പിലാക്കപ്പെട്ടവരല്ലേ നബി, നിങ്ങൾ നിസ്കരിക്കുകയാണോ? അതായത് വ്യഭിചരിച്ച സ്ത്രീയല്ലേ എന്ന അർത്ഥത്തിന് ചോദിച്ചു. വഖദ് സനത്ത്, അവൾ വ്യഭിചാരം ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെയ്ത് ഉള്ള ഒരു സ്ത്രീയുടെ മേൽ നിങ്ങൾ നിസ്കരിക്കുകയോ എന്ന് ചോദിച്ചു. ഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലഖദ് താബത്ത്, അള്ളാഹുവിനെ തന്നെയാണ് സത്യം, തീർച്ചയായും അവൾ തൗബ ചെയ്തിരിക്കുന്നു. തൗബത്തൻ, ഒരു തൗബ ചെയ്തിരിക്കുന്നു. എങ്ങനെയുള്ള തൗബയാണെന്നറിയുമോ? ലൗ ഖുസിമത്ത്, ആ തൗബയെങ്ങാനും വീതിക്കപ്പെട്ടാൽ, ബൈന സബഈന, 70 പേർക്കിടയിൽ, മിൻ അഹ്ലിൽ മദീന, മദീനയിലെ 70 ആളുകൾക്കിടയിൽ വീതിച്ചാൽ, വൻദോഷം ചെയ്ത 70 ആളുകളുണ്ട്, ആ 70 ആളുകൾക്കുമുള്ള തൗബയായിട്ട് ഈ പെൺകുട്ടി ചെയ്ത ഒരൊറ്റ തൗബ വീതിച്ചു കൊടുത്താൽ ലവസിഅത്ത്, ആ തൗബ മതിയാകും, ഹും, അവർക്ക് മതിയാകുന്നതാണ്. അത്രയും വലിയ ഒരു തൗബയാണ്. 70 വൻദോഷങ്ങൾ ചെയ്ത ആളുകൾ തൗബ ചെയ്യേണ്ടത് എത്രയാണോ അത്ര അളവിലുള്ള ഒരു തൗബയാണ് ഈ പെൺകുട്ടി ചെയ്തിട്ടുള്ളത്. ക്ലിയറാണോ? എന്നിട്ട് നബിതങ്ങൾ ചോദിക്കുകയാണ്, വ ഹൽ അഫ്ളല മിൻ അൻ ജാദത് ബിനഫ്സിഹാ ലില്ലാഹി അസ്സ വജല്ല. വഹൽ അഫ്ളല, അഫ്ളലാണോ, മിൻ അൻ ജാദത്ത് ബിനഫ്സിഹാ, സ്വന്തം ശരീരത്തെ ധർമ്മം ചെയ്ത ഇവളേക്കാൾ അഫ്ളലായിട്ട് വല്ലതുമുണ്ടോ? ലില്ലാഹി, അള്ളാഹുവിനിക്ക് വേണ്ടി, അസ്സ വജല്ല, അള്ളാഹു തആല, അള്ളാഹു അസ്സ വജല്ലക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ ദാനം ചെയ്ത ഇവളേക്കാൾ ശ്രേഷ്ഠമായി വല്ലവരും ഉണ്ടോ എന്ന് ചോദിച്ചു. അതായത് ശരിക്ക് ഇത് മൂടി വെക്കാമായിരുന്നു ഈ സംഭവം. അപ്പോൾ മൂടി വെച്ചിട്ട് കാര്യമല്ല, അള്ളാഹുവിൻ്റെ മുമ്പിൽ ഇതിൻ്റെ ശിക്ഷയും കാര്യങ്ങളും എല്ലാം അറിയുന്ന അള്ളാഹു ഉണ്ട് എന്ന് ഉദ്ദേശിച്ച് സ്വന്തം ശരീരത്തെ ബലി കൊടുത്തില്ലേ, എറിഞ്ഞ് ഇസ്ലാമിക കോടതി അനുസരിച്ചുള്ള ശിക്ഷ അനുസരിച്ചുള്ള ശിക്ഷാവിധി സ്വീകരിക്കാൻ തയ്യാറായി വന്നല്ലോ. അപ്പോൾ അത് തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദാനം ചെയ്യുന്ന, ശരീരത്തെ ദാനം ചെയ്യുന്ന ഇതുപോലെയാണ്. അപ്പോൾ ഇവരെക്കാൾ വലിയ രൂപത്തിൽ ദാനം ചെയ്തത് കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതപ്പോൾ നമ്മുടെ ശരീരത്തെ ബലി കൊടുക്കുന്നതിന് തുല്യമാണല്ലോ അത്, അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ പ്രീതിക്കു വേണ്ടി സ്വന്തം ശരീരത്തിനെ ബലി കൊടുത്ത, ദാനം ചെയ്ത ഇവരെക്കാൾ ഉത്തമരായ വല്ലവരും ഉണ്ടോ എന്ന് ചോദിച്ചു. റവാഹു മുസ്ലിമുൻ, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു. മറ്റൊരു സംഭവത്തിൽ ഇങ്ങനെ നബി തങ്ങൾ വന്ന ഒരു കേസ് വന്നപ്പോൾ പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഇത് എന്താണ് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അത് എന്ത് ചെയ്യുന്നത്, സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ അതും എന്താണ്, അപ്പം അത്രയും തൗബയുടെ പവർ ഉണ്ട് എന്നല്ലേ മനസ്സിലാവും. തൗബക്ക് അത്രയും പ്രാധാന്യം കൊടുത്ത് ചെയ്തു പോയ തെറ്റിന് എന്താണോ കണക്കാക്കുന്ന ശിക്ഷ അത് ഏറ്റുവാങ്ങാൻ തയ്യാറാണ് എന്ന നിലക്ക് വരികയാണല്ലോ. വിവാഹം കഴിഞ്ഞ സ്ത്രീ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്,
ഈ റജ്മ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ പിന്നെ 100 അടിയടിച്ച് നാട് കടത്തുക എന്നുള്ള ഒരു രൂപം ഉണ്ടാവുക. റവാഹു മുസ്ലിമുൻ. ഓക്കെ. വഅൻ ഇബ്നു അബ്ബാസിൻ വഅനസ് ഇബ്നു മാലിക്കിൻ റളിയല്ലാഹു അൻഹും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവും അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവും പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഖാല പറഞ്ഞു, ലൗ അന്ന ലിബ്നി ആദമ, ആദമിൻ്റെ മകന് ഉണ്ടായിരുന്നുവെങ്കിൽ, വാദിയൻ മിൻ ദഹബിൻ, സ്വർണത്താൽ ഒരു താഴ്വര ഉണ്ടായിരുന്നുവെങ്കിൽ, അഹബ്ബ, അവൻ ഇഷ്ടപ്പെടും, അയ്യകൂന ലഹു, അവനുണ്ടാവൽ, വാദിയാനി, 2 താഴ്വര ഉണ്ടാവാൻ ഇഷ്ടപ്പെടും, വലൻ യംലഅ ഫാഹു, അവൻ്റെ വായയെ നിറക്കുകയില്ല, ഇല്ല തുറാബു, മണ്ണല്ലാതെ. അതായത് അവൻ്റെ അത്യാഗ്രഹത്തെ, അവൻ്റെ കൊതിയെ, അവൻ്റെ താല്പര്യത്തെ മരണമല്ലാതെ, മണ്ണല്ലാതെ എന്ന് പറഞ്ഞാൽ മരണമല്ലാതെ ഉണ്ടാവുകയില്ല. അത്യാഗ്രഹം തീരൂല എന്നർത്ഥം. മരിച്ചാലല്ലാതെ അത്യാഗ്രഹം തീരൂല. വയതൂബുല്ലാഹു, അള്ളാഹു തൗബ സ്വീകരിക്കുന്നതാണ്, അലാമൻ താബ, തൗബ ചെയ്തവരുടെ മേൽ. തൗബ ചെയ്തവർക്ക് അള്ളാഹു തൗബ സ്വീകരിക്കുന്നതാണ്. ഇതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഒരു മനുഷ്യൻ്റെ സ്വാഭാവികമായും ആദമിൻ്റെ മക്കൾ, മനുഷ്യർക്കുള്ള ഒന്ന്, ഒരു സ്വർണത്താൽ ഒരു താഴ്വര കിട്ടിയാലും എന്തായിട്ട് ആഗ്രഹിക്കും? 2 ആയിട്ട് ആഗ്രഹിക്കും. 2 കിട്ടണമെന്ന് ആഗ്രഹിക്കും. ഇനി അവൻ്റെ വായ നിറയണമെങ്കിൽ, അവൻ്റെ ആഗ്രഹം അവസാനിക്കണമെങ്കിൽ മരിക്കണം. മരിക്കണത് വരെ ആഗ്രഹമായിരിക്കും. ഇന്നൊരു വാർത്ത വായിച്ചു, ഒരാൾക്കൊരു ലോട്ടറി, 1 കോടി രൂപയുടെ ലോട്ടറി അടിച്ചു. അപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ ടാക്സും മറ്റു വിഷയങ്ങളൊക്കെ എടുത്തിട്ട് 62 ലക്ഷം രൂപയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടുക. ലോട്ടറി എടുത്ത ആളെ കുറിച്ചാണ് പറയുന്നത്, എടുത്ത ആൾക്ക്. പക്ഷെ അദ്ദേഹം അതെന്ത് ചെയ്തു? വേറൊരു ടീം 68 ലക്ഷം റുപ്യ തരാം, നികുതിയൊക്കെ വെട്ടിച്ചിട്ട് എന്ന രൂപത്തിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം അതിന് സമ്മതിച്ചു. പക്ഷെ ആ ടീം വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭീഷണിപ്പെടുത്തി ടിക്കറ്റ് വാങ്ങി. അദ്ദേഹത്തിന് ആ ടിക്കറ്റ് ഇന്ന് ഹാജരാക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സമ്മാനം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടൊരു വാർത്തയാണ്. ലോട്ടറി എടുക്കുന്നതൊക്കെ വേറെ വിഷയം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം നോക്കി, 62 ലക്ഷം രൂപ അതിന് കിട്ടുമായിരുന്നു. ഇപ്പം അദ്ദേഹത്തിന് ഒന്നും കിട്ടാത്ത പോലെ. ഒന്നും അദ്ദേഹത്തിന്, അത് അതിൻ്റെ മതപരമായ വശമല്ല ഞാൻ പറയുന്നത് കേട്ടോ, ആഗ്രഹത്തെക്കുറിച്ച് പറഞ്ഞാണ്. അപ്പോൾ ഒരാൾക്ക് ഒരു വണ്ടി ഉണ്ട്, അല്ലെങ്കിൽ ഒരു വലിയ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒന്നും കൂടിയും കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹമായിരിക്കും. അപ്പോൾ അത് ആ ആഗ്രഹം, അത്യാഗ്രഹം അവസാനിക്കണമെങ്കിൽ മരിക്കുക തന്നെ വേണം. തൗബ ചെയ്യുന്നവരുടെ തൗബ അല്ലാഹു സ്വീകരിക്കും. ക്ലിയർ അല്ലേ? മുത്തഫഖുൻ അലൈഹി. ഇനി 24. വഅൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു അന്ന റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യദ്ഹഖുല്ലാഹു, അല്ലാഹു സന്തോഷം പ്രകടിപ്പിക്കും. അല്ലാഹു ചിരിക്കും എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെ വിഷയങ്ങളൊന്നും അല്ലാഹുവിനക്ക് ഉണ്ടാവില്ല.
ചിരിക്കുക. അതിൻ്റെ അർത്ഥം അത്രേ ഉള്ളൂ. അതിൽ നിന്നും ഉണ്ടായിത്തീരുന്നത് നമ്മൾ ചിരിക്കാൻ എപ്പോഴാ സന്തോഷം ഉണ്ടാകും. അപ്പൊ അള്ളാഹുവിന് സന്തോഷം ഉണ്ടാവും. ഇലാ റജുലൈനി, രണ്ട് പേരുടെ വിഷയത്തിൽ അള്ളാഹുവിനക്ക് സന്തോഷം ഉണ്ടാവും. ഏതാ രണ്ടുപേര്? യഖ്തുലു അഹദുഹുമാ, ആ രണ്ടു പേരിൽ ഒരാൾ കൊന്നുകളയുന്നു അല്ലാഹ്റ മറ്റൊരാളെ. യദ്ഖുലാനിൽ ജന്ന, രണ്ടുപേരും സ്വർഗത്തിൽ കടക്കും. ഒരാള് മറ്റൊരാളെ കൊന്നു, അപ്പൊ ഇവനും എന്താണ്? സ്വർഗത്തിൽ കടക്കും. അതെങ്ങനെ രണ്ടാളും സ്വർഗത്തിൽ കടക്കുക? യുഖാത്തിലു ഹാദ, ഇവൻ ആ കൊല്ലപ്പെട്ടവനെ ഫീ സബീലില്ല, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോയതാ. അങ്ങനെ ഫയുഖ്തലു, അവൻ കൊല്ലപ്പെട്ടു. ശത്രു, അന്ന് അവിശ്വാസിയായിരുന്ന ആളാണ് മറ്റാള്. അദ്ദേഹത്തെ കൊന്നു. ഇദ്ദേഹം യുദ്ധത്തിൽ ഷഹീദായി. സുമ്മ യതൂബുല്ലാഹു അലൽ ഖാതിലി, പിന്നെ ആ കൊന്ന ആളുടെ മേല് അള്ളാഹു തൗബ സ്വീകരിച്ചു. അദ്ദേഹം മുസ്ലിമായപ്പോൾ അദ്ദേഹം തൗബ ചെയ്തു. ഫയുസ്ലിമു, അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. ഫയുസ്തശ്ഹദു, അവനും പിന്നീട് രക്തസാക്ഷിയാകുകയും ചെയ്തു. പിന്നീട് അവനും യുദ്ധത്തിൽ എന്ത് ചെയ്ത് രക്തസാക്ഷിയായി, ഇസ്ലാമിന് വേണ്ടി യുദ്ധം ചെയ്ത് ശത്രുക്കളെ കൊന്ന് കൊല്ലപ്പെട്ടു. അപ്പൊ ഈ രണ്ടുപേരുടെ വിഷയത്തിലും അള്ളാഹു സന്തോഷിക്കും. ശരിക്ക് കൊന്നവനെ ബുദ്ധിമുട്ടാണ്, പക്ഷെ കൊന്ന ആള് പിന്നീട് മുസ്ലിമായി ഇസ്ലാം മതം സ്വീകരിച്ചു. അങ്ങനെ അദ്ദേഹം എന്ത് ചെയ്തു? ശത്രുക്കളുടെ കരങ്ങളാൽ കൊല്ലപ്പെട്ടു. ഈ രണ്ടുപേരുടെ വിഷയത്തിലും അള്ളാഹു സന്തോഷം രേഖപ്പെടുത്തുന്നതാണ്, സന്തോഷം പ്രകടിപ്പിക്കുന്നതാണ്. ക്ലിയർ അല്ലേ? തൗബയുടെ ഇതാണ് മഹത്വമാണ് അവിടെ പറഞ്ഞത്. ഓക്കെ അല്ലേ? സുഹൈൽ സാറേ, അഫ്സലെ, ഫാറൂഖ് ഭായ്, ഇവിടെയൊക്കെ യുസ്തശ്ഹദു, ഷഹിദ, അതിൻ്റെ ഇസ്തിഫ്ആലം ബാബാണ് നമ്മൾ സർഫിൽ പഠിച്ച. ഇസ്തഫ്അല യസ്തഫ്ഇലു, ഇസ്തശ്ഹദ യസ്തശ്ഹിദു, അങ്ങനെ അതിൻ്റെ മജ്ഹൂല് ഉസ്തുഷ്ഹിദ യുസ്തശ്ഹദു, ഉസ്തുഷ്ഹിദ യുസ്തശ്ഹിദു, രക്തസാക്ഷിയാക്കപ്പെട്ടു. രക്തസാക്ഷി ആകപ്പെടുകയും ചെയ്തു, രക്തസാക്ഷിത്വം സ്വീകരിക്കപ്പെടുകയും ചെയ്തു. യുസ്ലിമു, അസ്ലമ യുസ്ലിമു, കണ്ടോ? ഇതും സുലാസി മസീദ് ഫീഹിയാണ്, ഇതും സുലാസി മസീദ് ഫീഹിയാണ്. ഖതല, ഖതലന്റെ ഇസ്മു ഫൈലാണ്. ഖാതിൽ അറുഫാണ്. അപ്പൊ ഇസ്ലാം സ്വീകരിച്ചു എന്നർത്ഥം. ഇവിടെ യുസ്ലിമു, അവൻ യുദ്ധത്തിൽ ഷഹാദത്ത്, രക്തസാക്ഷിത്വം വരിക്കപ്പെടുകയും ചെയ്തു. മനസ്സിലായില്ലേ? യുഷ്ഹദു എന്ന് പറഞ്ഞാല് അത് സാക്ഷ്യം വഹിക്കുക എന്നാണ് അർത്ഥം. ഷഹീദായി ഇവിടെ ഈ ബാബിലാകുമ്പോൾ ഒരു തൈക്കീതും കൂടിയും കിട്ടും. ഇസ്തിഫാലം ബാബ് വരുമ്പോൾ ഒരു ശക്തിപ്പെടുത്തലും കൂടിയും കിട്ടും. അതുപോലെ പിന്നെ തേട്ടത്തിന്റെ അർത്ഥം കൂടിയും കിട്ടും. തേട്ടം, സീനും താവും തേട്ടം. അപ്പോൾ അദ്ദേഹം ആഗ്രഹിച്ച് ഷഹീദായി, ആഗ്രഹത്തോടു കൂടെ യുദ്ധത്തിന് ഷഹീദാവണമെന്ന ആഗ്രഹത്തോട് യുദ്ധത്തിന് പോയി, അങ്ങനെ ഷഹീദായി. ഇത് സുലാസി മസീദ് ഫിയാണ്. ഇതും സുലാസി മസീദ് ഫിയാണ്. യുസ്ലിമു, അപ്പൊ നമ്മൾ പഠിച്ച ഭാഗങ്ങളും അഹബ്ബ, അത് സുലാസി മസീദ് ഫിയാണ്. ഹബ്ബന്റെ അഹബ്ബ 4 അക്ഷരം ഉണ്ടല്ലേ അതില്. ഇവിടെ യൽഹഖു, ലഹിക യൽഹഖു,
അഫ്അല അഫ്അല ബാബാണ്. അഫ്അല യുഫ്ഇലു. ഇത് അവസാനം ഷദ്ദ ആയതുകൊണ്ട് അഹബ്ബ എന്നായതാണ്. ഷദ്ദുള്ള അക്ഷരായതുകൊണ്ട് അതെ 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 അഹ്ബബ എന്നുള്ളത് അഹബ്ബ എന്നായതാണ്. അല്ല, അഹ്ബബ എന്ന് പറയില്ല. അഹ്ബബ എന്നാണ് അതിന്റെ അസ്ല്. പക്ഷെ അത് അങ്ങനെ പറയില്ല, അഹബ്ബ എന്നേ പറയുള്ളൂ. അപ്പൊ ഇവിടെ ഏതാണ് യൽഹഖു മുളാരിയ ഫീൽ, തആല മാലിയ ഫീൽ കേട്ടോ. തആല തഫാഅല തഫാഅല അവസാനം അലിഫാണ്. യഖ്തുലു യഖ്തുലാനി യഖ്തുലൂന യദ്ഖുലു യദ്ഖുലാനി യദ്ഖുലൂന കണ്ടോ. തഫാഅല തഫാഅല അതെ അതെ. തആല യതആല തആലി ഫഹുവ മുതആലിൻ വതുഊലിയ യുതആല തആലിയൻ ഫഹുവ മുതആലൻ അൽ അംറു മിൻഹു തആല വന്നഹിയു ലാ തതആല. അത് അവസാനം അലിഫും ഇല്ലത്തിന്റെ അക്ഷരായതുകൊണ്ടുള്ള ചെറിയ വ്യത്യാസം. നമ്മൾ പഠിച്ചത് സ്വഹീഹായതുകൊണ്ട് തഫാഅല തഫാഅലു തഫാഉലൻ എന്ന മസ്ദർ പഠിച്ചു. ഇവിടെ തആലിയൻ എന്ന വരിക മസ്ദർ. തആലി അത് ഇതിന്റെ എന്താണ് ഇല്ലത്തിന്റെ അക്ഷരായതുകൊണ്ടുള്ളതാണ്. അപ്പൊ നമ്മളിത് ഏത് ബാബാന്നുള്ളത് നമുക്ക് കിട്ടണം. തആല തഫാഅല ബാബാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ ഇത് അല യഅലു ഉലുവ് ആലിയ ആലിൻ അഅല എന്നൊക്കെ പറഞ്ഞില്ലേ. അതെ അതെ ഉലുവ് ഉയർച്ച ഉന്നതി ആ അതെ അതെ. അല എന്ന് പറയുമ്പോൾ മാലിയായ ഫീലാകുമ്പോൾ അങ്ങനെ വരും. അല യഅലു എന്നാ പറയാ. യഅലു മേലെയായി. അല എന്ന് പറഞ്ഞാൽ മേലെയായി. യഅലു മേലെയാവും. അപ്പൊ ഇവിടെ എന്താണ് യുക്കാത്തിലു കണ്ടോ. യുക്കാത്തിലു കാത്തല യുക്കാത്തിലു മഅറൂഫാണ്. ഫയുഖ്തലു ഇത് സുലാസി മുജറദാണ്. ഖതല യഖ്തുലു ഖുതില യുഖ്തലു. യതൂബു കണ്ട അതും മഅറൂഫാണ്. താബ യതൂബു താബ യതൂബു. അത് ഇങ്ങനെ ആയതുകൊണ്ട് നടുത്ത ലെറ്റർ ഇല്ലത്തിന്റെ അക്ഷരായതുകൊണ്ടാണ് ഇങ്ങനെ താബ യതൂബു എന്ന് പറഞ്ഞത്. മുത്തഫഖുൻ അലൈഹി മുത്തഫഖുൻ അല അത് ഇസ്മ് മഫ്ഊലാണ് കേട്ടോ. ഇസ്മു മഫ്ഊൽ അത് വഫഖ എന്നാണ് അതിന്റെ സുലാസി മുജറദ് വരും. വഫഖ അതിന്റെ ഇഫ്തിയാലം ബാബാണ്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് വിശദമായിട്ട് വരും, ശേഷം വരും. ഇഫ്തിയാലം ബാബാണ്. മുവ്തഫഖുൻ എന്ന വരിക. മുവ്തഫഖുൻ മുഫ്തഅലുൻ പറഞ്ഞ പോലെ. ഇഫ്തിയാലം ബാബിന്റെ ഫാഉ ഫീല് വാവായി വന്നാൽ അത് തായിലേക്ക് ഇദ്ഗാം ചെയ്യും. ഇത്തഫഖ ഇത്തഫഖൽ ഉലമാഉ എന്നൊക്കെ പറഞ്ഞില്ല നമ്മൾ. ഇത്തഫഖ യത്തഫിഖു അതേപോലെ അതിന്റെ ഇസ്മു മഫ്ഊലാണ് മുത്തഫഖുൻ അലൈഹി. അതെ അതെ യെസ് യെസ് ഇത്തിഫാഖ്. നമ്മൾ ആ കണക്ഷൻ ഇവിടെ ഓരോരുത്തർ മനസ്സിലാക്കണം. നമ്മൾ ഇതിൽ പഠിച്ചതേ ആമിലുകളോ. ആയിക്കോട്ടെ, നമുക്ക് ആമിലും നഹവും സർഫും പറയാം. അപ്പൊ നമ്മൾ സർഫ് എടുത്തുകൊണ്ടാണ് അത് പറഞ്ഞത്. നടത്ത സ്വല്ല സല്ല എന്ന് കണ്ടോ നിങ്ങള്. അത് ഫഅല യുഫഇലു ബാബാണ്. ഫഅല യുഫഇലു സ്വലാന്നാണ് അതിന്റെ. സയസ്ലാനാറൻ എന്ന് പഠിച്ചില്ലേ. സയസ്ലാനാറൻ ചേരും. അപ്പൊ ഇവിടെ സ്വല്ല അതിന്റെ തഫ്ഈലം ബാബ്. ഫഅല യുഫഇലു അങ്ങനെ. അലൈഹ ജാറു മജ്റൂർ. അല എന്നുള്ള ജറീന ഹർഫാണ്. ഹം മജ്റൂർ. തുസല്ലി കണ്ട സല്ല യുസല്ലി യുസല്ലി യുസല്ലിയാനി യുസല്ലൂന
ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി. അവിടെ യുസല്ലൂന, അത് ഇയാൾ പോയി അവിടെ യുസല്ലിയൂന എന്നാ ശരിക്കും പറയേണ്ടത്. ഫഅല യുഫഇലു, യുഫഇലു യുഫഇലാനി യുഫഇലൂന എന്നാ പറയേണ്ടത്. പക്ഷെ യുസല്ലി യുസല്ലിയാനി യുസല്ലൂന എന്നാ പറയാ. അവിടെ ഇയാൾ പോവും ലൈഫായത്. തുസല്ല, സുല്ലിയ യുസല്ല, മുസല്ല, മുസല്ല, മുസല്ല നിസ്കരിക്കുന്ന സ്ഥലം. വേണ്ട. അലൈഹ യാ റസൂലല്ലാഹ് വഖദ് സനത്ത്, സന എന്നാണ് പേര്. സന, സന, സനയ, സനൗ, സനത്ത് മാലിയ ഫീലാണ്. സന അതും ഇല്ലത്തിന്റെ അക്ഷരം വന്നതുകൊണ്ടാണ് 3 അക്ഷരമായത്. സനത്ത്, സന, സനയ, സനൗ, സനത്ത്, സനത, സനൈ, സിന്ന അല്ല, സിന്നല്ല, സോറി, അത് സാനന്റെ ആണ് സിന്ന വരിക. സന എന്ന് പറയുമ്പോൾ സന, സനയ, സനൗ, റമ, റമയ, റമൗ, റമത്ത്, റമത്ത, റമൈന, സനൈന, സനൈന. പിന്നെ സനൈത, സനൈതുമ, സനൈതും, സനൈതി, സനൈതുമ, സനൈതുന്ന, സനൈതു, സനൈന. അടുത്ത നിങ്ങൾ താപത്ത് കണ്ടോ? താപ, താപത്ത്, താപ, താപ, താബു, താപത്ത് കണ്ടോ? അതുപോലെ കുസിമത്ത്, കസമ, താപത്ത്, താപത്ത, തുബ്ന. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻതസ് സമീഉൽ അലീം. പിന്നെന്താ പറയാ? വത്തുബ് അലൈന, അത് തുബ്ന അല്ല, അത് അത് ഇത് ഈ രൂപത്തിൽ തന്നെ വരിക പറയാം. അത് മാലിയ, മാലി ഇപ്പൊ നമ്മള് തബത്ത്, താപ, 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 താബു, താപത്ത്, താപത്ത, തുബ്ന, തുബ്ത, തുബ്തുമ, തുബ്തും, തുബ്തി, തുബ്തുമ, തുബ്തുന്ന, തുബ്തു, തുബ്ന. അതങ്ങനെ. പിന്നെ അമ്ര വേറെ, അമ്ര തുബ് എന്നുള്ളത് അവിടെ അമ്രാണ്. ഈ തൗബ സ്വീകരിക്കണം. കുസിമത്ത് കണ്ട, കസമന്റെ മജൂലാണ് കുസിമത്ത്. കുസിമത്ത്, കസമ, കസമ, അതിന്റെ മജൂല് കുസിമ, കുസിമ, കുസിമു, കുസിമത്ത്. വസിഅത്ത് കണ്ടോ? മാലിയാഫീലാണ് വസിഅത്ത്. വഹൽ അഫ്ളല, ഇത് ഇസ്മു തഫ്ദീലാണ്, നമുക്ക് പറയാം. അത് ഇസ്മാണ്. വസഅല്ലല്ലോ, ഇല്ല, വസിഅ എന്ന് പറയാം. യസ്ഉ എന്ന് പറയും കേട്ടോ. വസിഅന്റെ മുളാരി യസ്ഉ എന്നാണ്. അത് ആ വാവ് കളഞ്ഞു പോകും, അത് വേറെ നിയമം. വസിഅ, വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്. അതാ പറയാം വസിഅ എന്ന് പറയാം. ജാദ, 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 ജാദു, ജാദത്ത്, ജാദത്ത, ജുദ്ന, ജുത്ത, ജുത്തുമ, ജുത്തും, ജുത്തി, ജുത്തുമ, ജുത്തുന്ന, ജുത്തു, ജുദ്ന. അസ്സ വജല്ല, അസ്സ മാലിയാഫീലാണ്. അസ്സ, ജല്ല മാലിയാഫീലാണ്, വാവാത്തിഫിന്റെ അക്ഷരാണ്. ഇങ്ങനെ നമ്മൾ ഫീലുകളും ഇസ്മുകളും വേർതിരിച്ച് മനസ്സിലാക്കണം. അതെ അതെ. പക്ഷെ അവിടെ ഇദ്ഗാം ചെയ്യൽ നിർബന്ധമുള്ള സ്ഥലമാണ്. പക്ഷെ അതിനൊരു പേര് മുളാഅഫ് എന്നാ പറയാം. നമ്മൾ തളീഫ്, സാലിം പറഞ്ഞില്ലേ? സാലിം അവിടെ തളീഫിൽ നിന്നും രക്ഷപ്പെടണം പറഞ്ഞില്ലേ? ഇവിടെയും അങ്ങനെ. ഇതും വൈർ സാലിമാണ് കേട്ടോ. ആണ് ഇതെന്താ വെച്ചാൽ ചില സ്ഥലത്ത് ഈ മുളാഅഫായ ഫീൽ ചിലത് പോകും, ചില അക്ഷരങ്ങൾ നഷ്ടപ്പെടും. അസ്സ വജൽ അല്ലല്ല, അസസ്ന, അസസ്ത, അസസ്തുമ, അസസ്തും, അസസ്തി, അസസ്തുമ, അസസ്തുന്ന,
അസസ്തു അസസ്ന അത് പോകില്ല. അത് ലൈഫായ അക്ഷരം എന്നല്ലല്ലോ, ലൈഫായ അക്ഷരങ്ങളെ പോകുള്ളൂ. വഅനിബിനി അബ്ബാസിൻ വഅനസിബിനി മാലിക്കിൻ റളിയ റളിയ മാലിയ ഫീലാണ് റളിയ റളിയല്ലാഹു അൻഹും അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മാലിയ ഫീൽ ലൗ അന്ന ലിബിനി ആദമ വാദിയൻ അന്നന്റെ അമല് കണ്ടോ. അന്നന്റെ അമൽ എന്താ? ഇസ്മിനിക്ക് റഫും ഖബറിനിക്ക് റെസ്പും ചെയ്യാന്നുള്ളതാണ്. വാദിയൻ അത് അന്നന്റെ ഇസ്മാണ്. ലിബിനിയ എന്നുള്ളത് ജാറ് മജ്റൂർ കൂടിയതാണ് അന്നന്റെ ഖബർ. ഒരു സ്വർണത്തിനാലുള്ള ഒരു താഴ്വര ആദമിൻ്റെ മക്കൾക്ക് ഒരു താഴ്വര ഉണ്ടായിരുന്നുവെങ്കിൽ അഹബ്ബ അവൻ ഇഷ്ടപ്പെടുമായിരുന്നു. എന്തിനെ അവൻ ഇഷ്ടപ്പെടും? യകൂനലഹു വാദിയാനി അവനക്ക് രണ്ട് വാദിയാനി രണ്ട് താഴ്വരകൾ ഉണ്ടാവൽ. അപ്പോൾ ഇവിടെ നോക്ക്, അയ്യക്കൂന അൻ നസ്ബ് ചെയ്യുന്നതാണ്. അൻ ലൻ കൈ ഇതൻ നമ്മൾ അവാമിൽ പഠിച്ചു. അൻ ലൻ കൈ ഇതൻ അൻ യകൂന ആണോ. കാരണം യകൂന മുലാരിയായ ഫീലാണ്. യകൂനു എന്നാ പറയേണ്ടത്, അന്ന് വന്നതുകൊണ്ട് യകൂന എന്ന് പറഞ്ഞു. വലൻ യംല ആണോ. ലൻ ലൻ വന്നപ്പോഴും നസ്ബ് ചെയ്തു. ഞങ്ങൾ യംല മല യംല ഉ ഫാഹു ഇല്ലത്തുറാബു വയത്തൂബു ഫീൽ മുലാരി അലാമൻ താബ മാലിയായ ഫീൽ. അപ്പോൾ ഒറ്റ ഒരു ഭാഗത്തിൽ നമ്മളതിൻ്റെ ഇസ്മാണോ ഫീലാണോ ഹർഫാണോ എന്നുള്ളത് നോക്കുന്ന സമയത്ത് ഇസ്മും ഹർഫും നമുക്ക് അറിയാൻ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഫീലും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ഫീൽ തുലാസി ആണോ റുബായി ആണോ മുജറദാണോ മസീദ് ഫീ ആണോ എന്നെന്ത് ചെയ്യണം, നമ്മൾ മനസ്സിലാക്കണം. അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ചെറിയ മിസ്റ്റേക്കുകൾ വരും, അത് ശ്രദ്ധിക്കണം. അതിനാണ് ഇപ്പോൾ നമ്മളിത് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ആണ്ടാ യൽഹഖു നേരത്തെ പറഞ്ഞില്ല, യൽഹഖു ഇങ്ങനെ ഓരോന്നിൻ്റെയും അതിൻ്റെ ഫീലുകൾ ഫായില് അതുപോലെ ഇസ്മ് ഹർഫ് ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, പറയാൻ പറ്റണം. ക്ലിയർ അല്ലേ? അടുത്ത പറയട്ടെ അസീസ്ക. ബാബുൻ ഫിസ്സബരി ക്ഷമയിലുള്ള അധ്യായമാണ്. ക്ഷമ. അപ്പോൾ അതൊരു പൂർണ്ണമായ ആശയം കിട്ടുന്ന സെന്റൻസ് ആക്കിയിട്ട് നമ്മൾ പറയണം. ഹാദാ ബാബുൻ ഫിസ്സബരി. ഹാദാ കളയപ്പെട്ടു അവിടെ. എന്ത്? ക്ഷമയിൽ ഉള്ള അധ്യായം എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ പൂർണ്ണാവൂല, അപ്പോൾ നമ്മൾ സങ്കല്പിക്കണം അവിടെ ഇത് ക്ഷമയിലുള്ള ഒരു അധ്യായമാണ്. ബാബുൻ ഇസ്മാണ്, ഫിസ്സബരി ജാറ് മജ്റൂറാണ്, ഫീ എന്നുള്ളത് ജർറി എന്ന അക്ഷരമാണ്, സ്വബരി മജ്റൂറാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനു ഏ സത്യവിശ്വാസികളെ, ഇസ്ബിറൂ നിങ്ങൾ ക്ഷമിക്കണം, ഇസ്ബിറൂ നിങ്ങൾ ക്ഷമിക്കണം, വസ്സാബിറൂ നിങ്ങൾ ക്ഷമ കൊണ്ട് മുൻകടക്കുകയും വേണം. ക്ഷമ കൊണ്ട് മുൻകടക്കണം. ശത്രുക്കളെക്കാളും നിങ്ങൾ ക്ഷമിക്കണം എന്നർത്ഥം. യുദ്ധത്തിലൊക്കെ ചില ക്ഷമ ശത്രുക്കളെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവും. പക്ഷെ അവർക്കുണ്ടാകുന്നതിനേക്കാൾ അവരെ തോൽപ്പിക്കണ രൂപത്തിൽ നിങ്ങൾ ക്ഷമിക്കണം. വറാബിതൂ നിങ്ങൾ പ്രയാസപ്പെടുന്ന സമയത്തും യുദ്ധത്തിൽ അണിചേർന്ന് നിൽക്കണം. അതായത് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഓടിപ്പോകരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ചടഞ്ഞ് കൂടി നിൽക്കണം. യുദ്ധത്തിന് അണിയണിയായി ചേർന്ന് നിൽക്കണം. അതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. യുദ്ധത്തിൽ ക്ഷമ കൈക്കൊള്ളുക,
അല്ലെങ്കിൽ പ്രയാസം വരുമ്പോൾ ക്ഷമിക്കുക, അല്ലെങ്കിൽ വല്ല വിഷമങ്ങൾ വരുമ്പോൾ ക്ഷമിക്കുക, യുദ്ധത്തിന് പോയിട്ട് ക്ഷമിക്കുക, കൊല്ലപ്പെടുന്നത് ക്ഷമിക്കുക, സൽക്കർമ്മത്തിൻ്റെ മേൽ ക്ഷമിക്കുക, ഇതൊക്കെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നല്ല കാര്യം ചെയ്യാനും നമ്മൾ ക്ഷമിക്കണം. നിസ്കരിക്കാനും ദിക്ർ ചൊല്ലാനും ഒക്കെ നമ്മൾ നല്ല ക്ഷമ വേണ്ടി. അതുപോലെ തെറ്റിൽ നിന്ന് മാറി നിൽക്കാനും നല്ല ക്ഷമ വേണ്ടി. അതുപോലെ സ്വസാബിറു, അള്ളാഹുവിൻ്റെ ശത്രുക്കളെക്കാളും അവരെ തോൽപ്പിക്കുന്ന രൂപത്തിൽ നിങ്ങൾ ക്ഷമ കൊണ്ട് മുൻകടക്കണം. വറാബിത്തു, നിങ്ങൾ യുദ്ധത്തിൽ അണിചേർന്നു നിൽക്കണം, പിന്തിരിയരുത് എന്ന് പറയുകയാണ്. ഖാല തആല വലനബ്ലുവന്നകും, അല്ലാഹു പറയാണ് വലനബ്ലുവന്നകും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. തീർച്ചയായും ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. തൈക്കീദിൻ്റെ ലാമും തക്കീലാൻ്റെ നൂനും വന്നിട്ടുണ്ട് അവിടെ. ബിശൈഇൻ, ഒരു കാര്യം കൊണ്ട്, മിനൽ ഖൗഫി, ഭയം, വൽ ജൂഇ, വിശപ്പ്, വനഖ്സിൻ മിനൽ അംവാലി, സമ്പത്തുകളിൽ നിന്നുമുള്ള കുറവ്, വൽ അംഫുസി, ശരീരങ്ങളിൽ നിന്നുമുള്ള കുറവ്, വസ്സമറാത്ത്, പഴങ്ങളിൽ നിന്നുമുള്ള കുറവ്. അപ്പോൾ നിങ്ങൾക്ക് പേടി, വിശപ്പ്, സാമ്പത്തികമായ കുറവ്, ആൾബലം കുറവ്, അതുപോലെ നിങ്ങളുടെ കൃഷിയിടങ്ങളിൽ കുറവ് വരുത്തിക്കൊണ്ട് നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വബശ്ശിർ, നബിയെ നിങ്ങൾ സന്തോഷവാർത്ത അറിയിക്കുക. ആർക്ക്? അസ്സാബിരീൻ, ക്ഷമിക്കുന്ന ആളുകൾക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ബശ്ശറ യുബശ്ശിറു, ബശ്ശിർ അംർ, ഫഅല യുഫഇലു ഫഇൽ, ആമനു, ആമന, ആമന, ആമനു, മാദിയായ ഫീൽ. ഇസ്ബിറു അംർ ഫീൽ, വസാബിറു അതും അംർ, വറാബിതു അതും അംർ. അൽഅംറു മിൻഹു സാബിർ. അതുപോലെ ഫഅല യുഫാഇലു മുഫാഅലതൻ വഫിആലൻ ഫഹുവ മുഫാഇലുൻ, വഫൂഇല യുഫാഅലു മുഫാഅലതൻ വഫിആലൻ ഫഹുവ മുഫാഅലുൻ. അൽഅംറു മിൻഹു ഫാഇൽ വന്നഹിയു ലാ തുഫാഇൽ. ഇവിടെ റാബിത്ത്, സാബിർ, കംർ. വലനബ്ലുവന്നകും, മുലാരിയായ ഫീൽ, നബ്ലുവന്നകും. ബിശൈഇൻ ജാർ മജ്റൂർ, മിനൽ ഖൗഫി അതും ജാർ മജ്റൂർ, വൽ ജൂഇ അത്ഫു മഅ്തുഫ്, വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, വബശ്ശിർ അസ്സാബിരീൻ. ക്ഷമാശീലർക്ക് നബിയെ നിങ്ങൾ സന്തോഷം അറിയിക്കണം, സന്തോഷവാർത്ത അറിയിക്കണം. ഓക്കെ ആണോ? ക്ലിയർ ആണോ? പറയും. സുഹൈൽ സാറേ, അഫ്സലേ, അപ്പം അതിൽ നമ്മൾ ആ പഠിച്ച നഹ്വിൻ്റെയും സർഫിൻ്റെയും നിയമങ്ങൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ വരണം കേട്ടോ. ഓക്കെ. ഖാല തആല, അല്ലാഹു തആല പറയുന്നു, ഇന്നമാ യുവഫ, വഫ യുവഫി, വുഫിയ യുവഫ, ഇന്നമാ യുവഫസ്സാബിറൂന അജ്റഹും ബിഗൈരി ഹിസാബ്. കണക്കില്ലാതെ, അള്ളാഹുവിൻ്റെ ആ ഒരു ശൈലി നോക്ക് നിങ്ങൾ.
നമ്മളൊക്കെ പലതിനും കണക്കും കാര്യങ്ങളും വെക്കുന്നതാണ്. പക്ഷെ അള്ളാഹു കണക്കില്ലാതെ പ്രതിഫലം ക്ഷമിക്കുന്നവർക്ക് പെട്ടുകൊടുക്കുന്നതാണ്, പൂർത്തീകരിച്ച് നൽകും. ഇന്നമാ തീർച്ചയായും യുവഫ പരിപൂർണമാക്കപ്പെടും, അസ്വാബിറൂൻ ക്ഷമിക്കുന്ന ആളുകൾക്ക് പരിപൂർണമാക്കപ്പെടും, അജ്റഹും അവർക്കുള്ള പ്രതിഫലത്തിനെ പരിപൂർണമാക്കപ്പെടും, ബിഗൈരി ഹിസാബിൻ ഒരു കണക്കും കജ്ജുമില്ലാതെ, കണക്കില്ലാതെ. അപ്പോൾ അവിടെ യുവഫ മജ്ഹൂലായ ഫീലാണ്, അസ്വാബിറു നായിബ് ഫായിലാണ്, അജ്റഹും രണ്ടാം മഫൂലാണ്, ബിഗൈരി ഹിസാബിൻ യാർ മജ്റൂറാണ്, ഹിസാബും മുളാഫ് ഇലൈഹി. ഇനി നോക്കാം, വലമൻ തീർച്ചയായും ഒരാൾ, സ്വബറ അവൻ ക്ഷമിക്കുന്നു, മദിയായ ഫീല്, വഗഫറ അവൻ വിട്ടുവീഴ്ച ചെയ്യുന്നു. ക്ഷമിക്കുക, വിട്ടുവീഴ്ച ചെയ്യുക എന്നുള്ള ഒരാൾ, അങ്ങനെ ചെയ്യുന്ന ഒരാൾ, ഇന്നദാലിക തീർച്ചയായിട്ടും അത് ലിമൻ ലമിൻ അസ്മിൽ ഉമൂർ, ലമിൻ ലിമൻ അല്ല, ലമിൻ തീർച്ചയായിട്ടും അത് ലമിൻ അസ്മിൽ ഉമൂർ വളരെ എന്താ പറയാ, കാര്യങ്ങൾ ദൃഢമായി നിശ്ചയിക്കുന്നതിൽപ്പെട്ടതാണ്. ദൃഢമായി നിശ്ചയം, ഉറച്ച തീരുമാനമുള്ള ആളുകളുടെ ആ തീരുമാനങ്ങളിൽപ്പെട്ടതാണ്. അവർക്ക് മനസ്സിന് നല്ല കരുത്തുണ്ടാവും. വിട്ടുവീഴ്ച ചെയ്യാനുള്ള മനസ്സൊരാൾക്കുണ്ടോ, ക്ഷമിക്കാനുള്ള ഹൃദയമുണ്ടോ, ക്ഷമിക്കുന്നുണ്ടോ, വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടോ, അവന് നല്ല ദൃഢമായ നിശ്ചയം, തീരുമാനം, ഉറപ്പ്, അചഞ്ചലമായ വിശ്വാസം അവനുണ്ടാകും എന്ന്. വലമൻ ഒരാൾ, സ്വബറ ക്ഷമിക്കുന്നു, വഗഫറ അവൻ വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുന്നു, അത് ലമിൻ അസ്മിൽ ഉമൂർ അത് ദൃഢ നിശ്ചയങ്ങൾ എടുക്കുന്നതിൽപ്പെട്ടതാണ്. അത് ആംബിയാക്കളുടെ പ്രത്യേകത, നബിമാരുടെ ഉലുൽ അസ്മ് എന്ന് പറയില്ലേ നമ്മൾ, ഉലുൽ അസ്മുകൾ അംബിയാക്കളിൽ ടോപ്പ് സ്ഥാനത്തുള്ള ആളുകൾക്കാണ് ഉലുൽ അസ്മ് എന്ന് പറയാം. നബിമാര് 1,00,000 അല്ലെങ്കിൽ 2,24,000 പേരുണ്ട്. മുർസലുകൾ 313 അല്ലെങ്കിൽ 315 പേരുണ്ട്. ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞവർ 25 പേരുണ്ട്. അതുപോലെ അവരിൽ ഉലുൽ അസ്മുകൾ 5 പേരാണ്. മുഹമ്മദുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒന്നാമത്തത്, ഏറ്റവും ഒന്ന്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം 2ാം സ്ഥാനം. മൂസ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം 4, നൂഹ് നബി അലൈഹിസ്സലാം, ഇവർ 5 പേരാണ് ഉലുൽ അസ്മുകൾ. ഇവരുടെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ ഇവർക്ക് ഈമാനികമായ ഉറപ്പും നല്ല ദൃഢനിശ്ചയവും ഉള്ള ഘടകങ്ങൾ, ചരിത്ര ശകലങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ ഇവരിൽ ഏറ്റവും ഓർഡർ അനുസരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഏറ്റവും ടോപ്പ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം, മൂസ നബി അലൈഹിസ്സലാം, ഈസ നബി അലൈഹിസ്സലാം, നൂഹ് നബി അലൈഹിസ്സലാം. ഇങ്ങനെ 5 ഉലുൽ അസ്മ. അപ്പം അവരുടെ പ്രത്യേകതയാണ് ക്ഷമ, വിട്ടുവീഴ്ച. അത് ഒരു നബിയെ തള്ളിയിട്ട് മറ്റു നബിയെ കൊള്ളുക, അത് ചെയ്യരുത്. അവരെന്ത് ചെയ്യുന്നുണ്ട്? ഇപ്പോൾ നമ്മൾ ഈസാ നബി അലൈഹിസ്സലാമിനെയും നമ്മൾ അംഗീകരിക്കുന്നു, മൂസാ നബി അലൈഹിസ്സലാമിനെയും അംഗീകരിക്കുന്നു. എന്നാൽ ജൂതന്മാർ ഈസാ നബിയെ അംഗീകരിക്കൂല,
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കും. ഈസാ നബിയുടെ ആളുകൾ എന്ന് പറയുന്നവര് മൂസാ നബിനെ അംഗീകരിക്കൂല, നമ്മുടെ നബിനെ അംഗീകരിക്കൂല. അങ്ങനല്ല, നമ്മളെല്ലാവരും അംഗീകരിക്കും, എല്ലാ നബിമാരും. ഓക്കെ, ഇനി നോക്കേ 5. ഖാല തആല, അല്ലാഹു തആല പറയാണ്, ഇസ്തഈനൂ, നിങ്ങൾ സഹായം തേടുവീൻ. ഇസ്തഇൻ, ഇസ്തഈന, ഇസ്തഈനു അംർ ഫീലാട്ടോ. ഇസ്തആന യസ്തഈനു, ഇസ്തഇൻ അതാണ് അംർ. ഇസ്തഇൻ ആ യാവ് പോകും, അവിടെ ഇല്ലത്തിൻ്റെ അക്ഷരമായതുകൊണ്ട് യാവ് പോകും. ഏകവചനത്തിൽ, ദ്വിവചനത്തിൽ തിരിച്ചു വരും. ഇസ്തഇൻ, ഇസ്തഈന, ഇസ്തഈനു ബിസ്സബ്രി, ക്ഷമ കൊണ്ടും നിങ്ങൾ സഹായം തേടുകയും, വസ്സലാത്തി, നിസ്കാരം കൊണ്ടും നിങ്ങൾ സഹായം തേടുകയും. ഇന്നല്ലാഹ, തീർച്ചയായും അല്ലാഹു മഅസ്സാബിരീൻ, ക്ഷമിക്കുന്നവരുടെ കൂടെയാണ്. നിസ്കാരവും ഒരു ക്ഷമിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്തെങ്കിലും ജീവിത പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കുക, ക്ഷമിച്ചിട്ട് അള്ളാഹുവിനോട് സഹായം തേടുക. അതിന് പരിഹാരം അള്ളാഹു തആല കാണിച്ചു. അല്ലെങ്കിൽ 2 റക്അത്ത് നിസ്കരിക്കുക, നിസ്കരിച്ചിട്ട് 2 റക്അത്ത് നിസ്കരിക്കുക, ഇങ്ങനെ റെഡിയാവും, പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നു. അപ്പോൾ ഇസ്തഈനൂ ബിസ്സബ്രി വസ്സലാത്തി ഇന്നല്ലാഹ മഅസ്സാബിരീൻ. വൽ ആയാതു ഫിൽ അംരി ബിസ്സബ്രി, ക്ഷമ കൊണ്ട് കൽപ്പിക്കുന്ന വിഷയത്തിലുള്ള ആയത്തുകൾ, വബയാനി ഫളിഹി, ക്ഷമയുടെ മഹത്വം വിശദീകരിക്കുന്ന വിഷയത്തിലുമുള്ള ആയത്തുകൾ, കസീറത്തുൻ, ധാരാളമുണ്ട്, മഅറൂഫത്തുൻ, അത് അറിയപ്പെട്ടതുമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടുതൽ ഇനി പറയുന്നില്ല. ക്ഷമയുടെ മഹത്വം, അതിൻ്റെ വിശദീകരണം. ക്ഷമ 3 രൂപത്തിലുണ്ട്. ഒന്ന്, അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ മേൽ ക്ഷമിക്കുക. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ മേൽ. അപ്പം നിസ്കാരം, നോമ്പ്, മറ്റു സൽക്കർമ്മങ്ങൾ നിർവഹിച്ചുകൊണ്ട് നമ്മൾ ക്ഷമിക്കുക, നമുക്ക് ചെയ്യാം. രണ്ടാമത്തത്, ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ക്ഷമിക്കുക. നല്ലത് ഒഴിവാക്കാൻ ഇങ്ങനെ മനസ്സ് പറയും, പക്ഷെ അതൊക്കെ മാറി എന്ന് നല്ലത് ചെയ്യാം. തിന്മ ചെയ്യാൻ വേണ്ടി മനസ്സിങ്ങനെ ആഗ്രഹിക്കും, സാഹചര്യങ്ങളൊക്കെ ചിലപ്പോൾ അനുകൂലമായി വന്നേക്കാം, പക്ഷെ അത് ഉപേക്ഷിക്കുക, ക്ഷമിച്ചു. അതുപോലെ തന്നെ മൂന്നാമത്തത് പ്രയാസമുണ്ടാകുമ്പോൾ, അപകടമുണ്ടാകുമ്പോൾ, അള്ളാഹുവിൽ നിന്നുമുള്ള പരീക്ഷണമുണ്ടാകുമ്പോൾ ക്ഷമിക്കുക. ഇങ്ങനെ 3 രൂപത്തിലുള്ള ക്ഷമകളുണ്ട് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നു. എല്ലാവരോടും വരാം. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എനിക്കൊരു പരീക്ഷണം വന്നാൽ, എനിക്കൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ അതിൽ 3 അനുഗ്രഹങ്ങൾ ഞാൻ കാണുന്നു. എനിക്കൊരു അപകടം വന്നാൽ, എനിക്കൊരു പ്രയാസം വന്നാൽ അതിൽ 3 അനുഗ്രഹങ്ങൾ ഞാൻ കാണുന്നു. ഏതാണത്? ഒന്ന്, അതെൻ്റെ മതപരമായ കാര്യങ്ങൾക്ക് കുഴപ്പം വരുത്തുന്നില്ല. മതപരമായ വിഷയങ്ങളിലല്ല വന്നിട്ടുള്ളത്. 2, മുമ്പ് ഉണ്ടായതിനേക്കാളും
ചെറുതാ വന്നത്. എന്നാൽ എന്നേക്കാൾ വലുത് മുമ്പുണ്ടായിട്ടുണ്ട്, അത് പറഞ്ഞ ചെറുതാ. അപ്പോൾ അതൊരു അനുഗ്രഹമാണ്. മുമ്പുണ്ടായ അപ്പൊ അത് ചെറുതായത് കൊണ്ടല്ല അങ്ങനെ വിചാരിക്കുന്നത്. ഇതൊക്കെ ചെറുതല്ലേ എന്ന് വിചാരിക്കുന്ന അർത്ഥം. ഇതിനേക്കാളും വലുത് വന്നിട്ടുണ്ടല്ലോ, ഇത് ചെറുതല്ലേ, അപ്പോൾ ഒരു അനുഗ്രഹമാണ് അത് ചെറുതെന്ന് വിചാരിക്കുമ്പോൾ. മൂന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് അതിന് പരമാവധി കൂലി നൽകും, പകരം. അതൊരനുഗ്രഹമാണ്. നാളെ പരലോകത്ത് വെച്ച് സന്തോഷ വാർത്ത അറിയിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ ഒന്ന്, എൻ്റെ മതപരമായ കാര്യത്തിൽ അതുണ്ടായിട്ടില്ല, മതപരമായി തടസ്സങ്ങൾ എനിക്കതുകൊണ്ടൊന്നും ഉണ്ടായിട്ടില്ല. അതൊരു അനുഗ്രഹമാണ്. നിസ്കാരത്തിനോ നോമ്പിനോ മറ്റ് സൽക്കർമ്മങ്ങൾക്കോ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. രണ്ടാമത്തത്, ഇത് വളരെ ചെറുതാണ്, മുമ്പുണ്ടായതിൻ്റെ അത്ര അല്ല എന്നുള്ള എൻ്റെ വിചാരം, അതൊരു അനുഗ്രഹം. മൂന്നാമത്തത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൻ്റെ മേൽ ക്ഷമിച്ചു കഴിഞ്ഞാൽ വലിയ പ്രതിഫലം നൽകുമല്ലോ, അപ്പോൾ അതും ഒരു അനുഗ്രഹമാണ്. ഇങ്ങനെ ആവണം നമ്മളും. ഇങ്ങനെ ആവണം നമ്മളും. ക്ഷമ നമ്മുടെ ജീവിതത്തിൽ നല്ല വേണം. നന്നായിട്ട് ഉറക്കം വരുന്നുണ്ടാവും, പക്ഷേ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നമ്മൾ ആ സമയം എന്താവണം, ചെലവഴിക്കണം. അപ്പോൾ നമ്മുടെ ഉറക്കം അത് ഒരു ഇബാദത്താണ്, ശരിയാണ്. പക്ഷെ ഉറക്കമൊഴിച്ച് നമ്മൾ അതിൽ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുക എന്നുള്ളത് അതിലേറെ പുണ്യകരമായ കാര്യമാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നന്മകൾ പ്രവർത്തിക്കാൻ വേണ്ടിയും തിന്മകൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയും പ്രയാസ പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് തരണം ചെയ്യുന്നതിന് വേണ്ടിയും നമ്മൾ ക്ഷമിക്കുക, ക്ഷമാശീലരാകുക. ക്ലിയറല്ലേ? ഓക്കെ അല്ലേ? ബാക്കി നമുക്ക് അടുത്ത ദിവസം പറയാം. എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്നാ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച ബറാഅത്ത് രാവ്, ചൊവ്വാഴ്ച ബറാഅത്ത് നോമ്പ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് തിങ്കളാഴ്ച ഇന്ത്യത്തെ കാര്യം പറയണം കേട്ടോ. തിങ്കളാഴ്ച അസറിന് ശേഷവും മഗ്രിബിന് ശേഷവും ചുരുങ്ങിയത് 3 യാസീൻ വീതം ഓതണം. അത്രയും ഓതാം. ചുരുങ്ങിയത് 3 വീതം ഓതാം. 3 4 5 അത്രയാവാം. ചുരുങ്ങിയത് 3 ഓതാം. 1 ആയുസ് വർദ്ധിക്കാൻ, 2 നമ്മുടെ റിസ്ക് വിശാലമാവാൻ, 3 ആഖിബത്ത് നന്നാവാനും മരണപ്പെട്ടവർക്ക് വേണ്ടി. നമ്മളെ ഗ്രൂപ്പിലൊക്കെ വരും, മെസ്സേജുകളൊക്കെ വരും. അപ്പോൾ അത് കൃത്യമായിട്ട് ചെയ്യുക. സൂറത്തു ദുഖാൻ പാരായണം ചെയ്യുക. നമ്മുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഉസ്താദ് അങ്ങനെ പറച്ചില്ലേ, പണ്ട് മുതൽ അസറിന് ശേഷമാണ് എല്ലാവരും ഓതല്. അപ്പൊ രാവിനല്ലേ ഓതണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് പിന്നെ അത് മഗ്രിബിന് ശേഷം ആയത്. നമ്മളെ രാവിലേക്ക് കടക്കുമ്പോൾ തന്നെ ഒരു ബർക്കത്തോടു കൂടെ കടക്കാൻ വേണ്ടിയിട്ടാണ് അസറിനാക്കിയത്. അപ്പോൾ നമുക്ക് രണ്ടും കിട്ടട്ടെ, രണ്ടഭിപ്രായം
എടുത്തോട്ടെ, ഒരു 3 3 5 15 അല്ലെങ്കിൽ 3 7 21 മിനിറ്റ് അല്ലേ വരുള്ളൂ 3 യാസീന്. അതുകൊണ്ട് രണ്ടഭിപ്രായം കിട്ടും. ഈ 3 നിയത്തുകൾ വെച്ച് ഓതുക. നമ്മുടെ കാര്യങ്ങളൊക്കെ ആയുസ്സും രിസുക്കും ഒക്കെ തീരുമാനിക്കുന്ന ദിവസമാണ് ഷാബാൻ 15-ൻ്റെ രാവ്. പ്രധാനപ്പെട്ട രാവാണ്. ആ രാവ് നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാൾ എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ നിർവഹിക്കുക. അള്ളാഹു നമ്മെ ഷാനേഷ ഷാനേഷ് ഓതിയാൽ മതി. ഇനി പറ്റിയില്ലെങ്കിൽ ഷാനേഷ് ഓതിയാൽ മതി. കുഴപ്പമില്ല. അതുപോലെ ചൊവ്വാഴ്ച നോമ്പും എടുക്കുക. ചൊവ്വാഴ്ച അല്ലേ? ചൊവ്വാഴ്ച നോമ്പ് അതനുസരിച്ച് ചെയ്യാം. അന്ന് നോമ്പെടുക്കുമ്പോൾ ബറാഅത്ത് സുന്നത്ത് നോമ്പ്, അയ്യാമുൽ ബീളിന്റെ സുന്നത്ത് നോമ്പ് എന്നും കൂടി കരുതുക. അതുപോലെ ഷഅബാനിലെ സുന്നത്ത് നോമ്പ്. അപ്പോൾ 3 സുന്നത്ത് നോമ്പിന്റെ കൂടി കിട്ടും. ഇനിയിപ്പോൾ റമദാനിലെ നോമ്പ് ഏതെങ്കിലും നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതും കരുതിയ ആ വറതും കിട്ടും. അയ്യാമുൽ ബീള്, ഷഅബാനിലെ സുന്നത്ത്, ഷഅബാൻ 15-ലെ നോമ്പ്, ഇങ്ങനെ 3ഉം കരുതാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ഗ്രൂപ്പിലൂടെ ഒക്കെ പറയാം. പല മെസ്സേജുകളും പല സംഗതികളൊക്കെ കിട്ടുന്നതായിരിക്കും. ദിക്റുകളൊക്കെ പരമാവധി ചെല്ലുക, സജീവമാക്കുക. അല്ലാഹു സഹായിക്കട്ടെ. റബ്ബന അത്തിന ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا رحمن.